ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ലിയാൻ ഹിയർ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ സാധനം കാണിച്ചിട്ട് ഇത് നല്ല രസമുണ്ട്. എന്ത് ഭംഗിയാണ് കാണാത്തത്. അപ്പോൾ അതിൻ്റെ കഥ ഞാൻ അവസാനം പറയാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ മൈ ഓൾഡ് ഡ്രോയിങ്സ്. ഞാൻ പണ്ട് വരച്ചിട്ടുള്ള കുറച്ച് ഡ്രോയിങ്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബുക്കിലാണ് ഞാൻ ഡ്രോയിങ്സ് ഒക്കെ പണ്ട് വരച്ചിട്ടുള്ളത്. ഇത് 2024 ബുക്കാണ്. 2024 നമുക്ക് പണ്ടത്തെ ഇതൊക്കെ നോക്കിയാലും പിന്നെ എങ്ങനെ തോന്നും. ഓക്കെ, കുറച്ച് ഞാൻ ഇത് കുറേ ഉള്ളതുകൊണ്ട് എനിക്ക് ഷോർട്ടാക്കണമെന്നുണ്ട് ഈ വീഡിയോ. ബട്ട് ഐ ഡോണ്ട് നോ എങ്ങനെയൊക്കെ ഷോർട്ടാക്കുന്നു. ഫസ്റ്റുള്ള കുറച്ച് പേജുകളിലൊക്കെ ഞാനിങ്ങനെ റൈറ്റിങ്സ് ആണ് ചെയ്തത്. കുറച്ച് റൈറ്റിംഗ് സ്കിൽസ് ബെറ്റർ ആക്കാൻ വേണ്ടി റൈറ്റിംഗ് ആണ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ക്യൂട്ട് ഡയറിയാണെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ ഡ്രോയിങ്സ് കാണാൻ പറ്റുമെന്ന്. പിന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, മാറ്റ് പോലത്തെ സാധനം ഉണ്ടാവും. ഞാൻ വെറുതെ എടുത്തതാണ് മാറ്റ് എന്ന് പറയുന്നില്ല, കുറേ ഞാൻ വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോർ വൈ എന്തിനാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ പിന്നെ ഇതാണ് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അതിനകത്ത് ഹാഫായിട്ട് യൂസ് ചെയ്തത് ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രോയിങ്. അപ്പോൾ ഇതാണ് ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇതും നല്ല ഭംഗിയാണ്. ഇതും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് സൂപ്പറാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്കിയതാണ്. അടുത്തതെന്ന് പറയണത് ഈ സാധനമാണ്. ഇതും കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ എനിക്ക് വേണ്ടി ബർത്ത്ഡേ വേണ്ടി ഞാൻ തന്നെ വരച്ചതായിട്ടാണ് വേണ്ടത്. അതും കണ്ടല്ലോ, അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയുണ്ട്. പിന്നെ ഉള്ളത് വിജയനെ വരയ്ക്കാനാക്കിയതാണ്. വിജയനെ വരച്ച് നോക്കി, രണ്ടും ശരിയായിട്ടില്ല. രണ്ടും കാണാൻ ഒരു പൊട്ട രീതിയിലായിരുന്നു. ഓക്കെ, പിന്നെ അല്ലു അർജുൻ പിന്നെ സൂപ്പറായിട്ട് എന്താ പിന്നെ നയൻതാര കാണാൻ സൂപ്പറായിരുന്നു. പിന്നെ എന്താ, പിന്നെ എന്നെ തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ട് നല്ല ഭംഗിയൊക്കെ തന്നെയാണ്. പിന്നെ ഇത് മോഹൻലാൽ ഫാൻസ് ആണെങ്കിലും സോറി, എനിക്ക് അത്രയ്ക്കും പറ്റില്ല. ഞാൻ വരച്ച രീതിയിലൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ കസിനാണ് അമ്മു. ഇവിടെ മാത്രമാണ് പെർഫെക്റ്റായിട്ട് കിട്ടിയത്. എനിക്ക് തോന്നില്ല പെർഫെക്റ്റായിട്ട് കിട്ടിയത്. പിന്നെ ഇതെൻ്റെ അമ്മേനെ കുറച്ച് പെർഫെക്റ്റായിട്ട് തന്നെ വരച്ചു. പിന്നെ ഇത് മൈ ഫാദറിനെയും അപ്പായിനെയും ഞാൻ കുറച്ച് ബെറ്ററായിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഞാൻ അപ്പായിന്നാട്ടോ വിളിക്കണേ, അതാണ്. പിന്നെ എന്താ, പിന്നെ ഇത് എൻ്റെ ഒരനിയൻ, ദാറ്റ് ഈസ് ലോയഡ്, ഇത് ലിയോൺ. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ഉള്ളത് ഈ ഒരു സാധനം. ഇതൊരു എന്താ, എനിക്കിത് പേര് ഞാൻ വിളിക്കുന്നത് യാൻ. ഒരാളും കൂടെ ഉണ്ട്, ഇത് യാൻ. ഇങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത് ഇവരെ, എനിക്കറിയത്തില്ല. ഓക്കെ, ഇനി എന്താ നോക്കാം. ഓക്കെ, ഇനി ഈ സാധനമാണ്. ഇതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ക്യൂൺ ഓഫ് ഏത് ക്യൂനാണത് എന്ന് തോന്നുന്നു. പിന്നെ ഇത് അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കമൻറ്റ് ചെയ്യുക മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഇത് ഫ്ലോപ്പായതാണ്. പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയും ചെയ്തിട്ടുണ്ടല്ലോ. ഇത് കോൾഡ് പേസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കുറച്ച് വെറൈറ്റി പിടിച്ച് നോക്കിയതാണ്. പിന്നെ ഇതാണെന്ന് തോന്നുന്നു എൻ്റെ അവസാനത്തെ ഡ്രോയിങ്. ഐ തിങ്ക് അല്ല ഒരെണ്ണോടെ ഉണ്ടാവും. യെസ്, ഇതാണ് ക്രിസ്മസ് പപ്പ. ഇതിനൊരു ഭംഗിയൊന്നുമില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഡ്രോയിങ്ങിന്. ഇനി ഞാൻ ഈ സാധനത്തിനെ പറ്റി കാര്യം പറയാം. ഓക്കെ, ഇനി ഈ ഒരു സാധനം എനിക്ക് തോന്നുന്നു ഇവിടെ എൻ്റെ പേര് മൈസൂർ ബാംഗ്ലൂരുമായി കണ്ടുപോയപ്പം ഏതോ ഒരു മൈസൂർ പാലസ് ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിൽ പോയപ്പം അവിടെ ഒരു വഴിയരികിലൊരു ചേട്ടനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇതൊന്ന് മേടിച്ച് തരുമോ അപ്പം എന്നോട് ചോദിച്ചു. അപ്പോൾ അപ്പായി മേടിച്ച് കൊടുത്താണ്. അപ്പോൾ അമ്മ പറഞ്ഞു നല്ല മണം കേട്ടോ, അതിനൊരു മണമുണ്ട്, ചന്ദനത്തിൻ്റെ മണം സംതിങ് ആണ്. എനിക്കറിയത്തില്ല എൻ്റെ മണം എന്താണെന്ന്. ഓക്കെ, അപ്പം അതും ഉണ്ട്. അത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ടാറ്റ ബൈ ബൈ.